ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണുന്നത് ഡെഡ് സീ ആണ്, ചാവുകടൽ. ഈ ചാവുകടൽ ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള ഒരു കടലാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 430 മീറ്ററോളം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഭൂമിയിലെ ഏറ്റവും താണ ലാൻഡ് സർഫേസ് ആണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത്. പിന്നെ ഈ കടലിൽ 34% സോൾട്ട് ഉണ്ട്. സാധാരണ കടലിൽ മാക്സിമം 3 to 3.5% സോൾട്ടേ കാണാറുള്ളൂ. അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ, ചാവുകടലിലെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതിന് കാരണം ശാസ്ത്രീയമായിട്ട് വളരെ ക്ലിയറാണ്. ഒത്തിരിയേറെ ഡിസോൾവ്ഡ് സോൾട്ട്സ് ഉണ്ട്, പിന്നെ ഒത്തിരിയേറെ മിനറൽസ് ഉണ്ട്, പിന്നെ സൾഫറുണ്ട്. അതുകൊണ്ട് ഒന്നും ഇതിൽ താണു പോവുകയില്ല. നമുക്ക് ഇതിൽ നമ്മൾ കിടന്നാൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാം. പക്ഷെങ്കിൽ ഇത്രയും സാന്ദ്രത കൂടിയ വെള്ളമായതുകൊണ്ട് നമുക്ക് തല മുക്കാൻ പറ്റുകയില്ല. കാരണം വെള്ളം നമ്മുടെ ഉള്ളിൽ പോയാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ താണു പോവുകയില്ല, നമ്മൾ പൊങ്ങിക്കിടക്കും. പക്ഷെ തല ഉയർത്തിപ്പിടിക്കണം, കാരണം വെള്ളം വായിലോ മൂക്കിലോ ഒന്നും കയറാതെ. ഞാൻ അങ്ങനെ കിടക്കുകയുണ്ടായി. അങ്ങനെ ഒത്തിരിയേറെ പേര് അങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഡെഡ് സീയിൽ മിനറൽസിൻ്റെ അംശം വളരെ കൂടുതലാണെന്നും അതുകൊണ്ട് ഡെൻസിറ്റി കൂടുതലാണെന്നും ഒന്നും താണു പോവുകയില്ലെന്നും ഒക്കെ വളരെ വ്യക്തമാണ്. എന്നാൽ ഇത് എങ്ങനെ വന്നു, അതായത് ഈ ഇത്രയും സോൾട്ട്സ് എങ്ങനെ വന്നു, മിനറൽസ് എങ്ങനെ വന്നു, സൾഫർ എങ്ങനെ വന്നു എന്നതിന് വ്യക്തമായ ഒരു അഭിപ്രായം ശാസ്ത്രത്തിന് ഇതുവരെയില്ല. പലർക്കും പല അഭിപ്രായങ്ങളാണ്. എന്നാൽ നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം മുഴുവൻ ഇതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളാണ്. സോദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം അഗ്നിയും ഗന്ധകവും ഇറക്കി, അതായത് സൾഫർ ഇറക്കി ദഹിപ്പിച്ച് കളഞ്ഞതായിട്ട് വളരെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്നു. അത് ഈ സ്ഥലമായിരുന്നുവെന്ന് വ്യക്തമായി ചരിത്രമുണ്ട്. അത് വലിയ ഒരു ചരിത്ര അവശിഷ്ടമായി ശേഷിക്കുന്നു. എന്നാൽ പലരും ചോദിക്കുന്നത്, അന്നവിടെ കടൽ ഉണ്ടായിരുന്നില്ല, സോദോം ഗൊമോറ നഗരങ്ങളായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വന്നത്? നമ്മൾ ആ ഭൂപ്രകൃതി നോക്കിയാൽ ഒരു സൈഡ് മുഴുവൻ മലയും മറു സൈഡ് കടലുമാണ്. ഒരുപക്ഷെ അവിടെ നേരത്തെ തന്നെ ഒരു കടൽ ഉണ്ടായിരുന്നിരിക്കണം. അതിനോട് ചേർന്ന് ഈ സോദോം ഗൊമോറ പട്ടണങ്ങൾ ദൈവം അഗ്നിയും ഗന്ധകവും ഇറക്കി ദഹിപ്പിച്ചപ്പോൾ, അതുമല്ലെങ്കിൽ ഒരു എർത്ത്ക്വേക്കിലൂടെ ഈ കടൽ ആ പ്രദേശങ്ങളെ മൂടിയതാകാം, അതല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ ഇങ്ങോട്ട് ചേർന്നതാകാം. എന്തായിരുന്നാലും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ശാസ്ത്രത്തിന് വ്യക്തമായ ഉത്തരമില്ല. ഇവിടെ നമുക്ക് ചിന്തിക്കുവാനുള്ളത്, പശ്ചാത്തപിക്കാത്ത, അനുതപിക്കാത്ത, തിന്മ നിറഞ്ഞ ദേശത്തോടും മനുഷ്യരോടും ദൈവം നടത്തിയ ഇടപെടലിൻ്റെ തിരുശേഷിപ്പായിട്ട് ഈ സ്ഥലം, ഈ ഡെഡ് സീ ഇന്നും അവശേഷിക്കുന്നു.